അപ്പോൾ എല്ലാവരും കാത്തിരുന്നിട്ടുള്ള നമ്മുടെ UPSCയുടെ CDS നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. രാവിലെ നമ്മൾ NDA നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തതും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പൈൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ 1 2026 നോട്ടിഫിക്കേഷനാണ്. ഒരു വർഷം 2 നോട്ടിഫിക്കേഷനാണ് ഉണ്ടാകുക. ഇത് 2026 ആദ്യ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇത് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ്. ആർമി, നേവി, എയർഫോഴ്സിൽ ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ 10/12/2025 എന്ന ഡേറ്റിലാണ് അപേക്ഷ തുടങ്ങിയത്. ഈ ഡേറ്റിൽ അപേക്ഷ തുടങ്ങി നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. 10/12/2025 അപേക്ഷ തുടങ്ങി. ഏകദേശം നിങ്ങൾക്ക് 30/12/2025 ഈ ഡേറ്റ് വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷനിൽ UPSCൻ്റെ പുതിയ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ രജിസ്ട്രേഷൻ നടത്തിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ എൻ്റർ ആകുമ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളൊരു മെത്തേഡ് കൊടുക്കുന്നുണ്ട്. ആദ്യം ലോഗിൻ ചെയ്യണം, അതായത് രജിസ്ട്രേഷൻ നടത്തണം, പിന്നീട് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ആ മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. UPSCൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക്, അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഇതൊക്കെ നൽകുന്നതായിരിക്കും. ആദ്യം നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി വന്നിട്ടുണ്ട്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ 100 ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ നാവൽ അക്കാഡമി ഏഴിമല, നമ്മുടെ കണ്ണൂരാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ 26 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി, അത് നമ്മുടെ ഹൈദരാബാദാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 32 ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ, അപ്പോൾ അതിൽ വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇത് OTA ആണ് കേട്ടോ. OTA വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ OTA എന്ന് പറയുന്നത് മെന്നിന്, ആൺകുട്ടികൾക്കുള്ള OTA ഡീറ്റെയിൽസ് ആണ് ആദ്യം പറയുന്നത്. 275 ഒഴിവുകളുണ്ട് OTA കേട്ടോ. അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി നമ്മുടെ OTA തന്നെ വുമൺ, ഇത് ചെന്നൈയിലാണ് വരുന്നത് നമ്മുടെ. അപ്പോൾ അവിടെ വന്നത് 18 ഒഴിവുകളാണ്. ആകെ മൊത്തം 451 ഒഴിവുകളാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആദ്യം എക്സാമാണ് ഉണ്ടാകുക. ഒറ്റ ദിവസത്തെ എക്സാം ആയിരിക്കും. ആ എക്സാം രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ടാണ് നടക്കുന്നത്. ഇതിൽ OTA ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും മാത്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. OTAക്ക് ഇംഗ്ലീഷും ജനറൽ നോളജ് ആ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ എക്സാം പാസ്സാവുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇൻ്റർവ്യൂ പാസ്സാവുന്നവർ ഫൈനലി ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റും കാര്യങ്ങളിലൊക്കെ ഇടം നേടുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ജോലിക്ക് വേണ്ടി എലിജിബിൾ ആകുകയും ട്രെയിനിങ്ങിന് പോവുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ ഓഫീസർ ആകാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇത് എന്നും കൂടി ശ്രദ്ധിക്കുക. എന്താണ് എക്സാമിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞു തന്നതാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് കൊച്ചിയിലുണ്ട്, എറണാകുളത്ത് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്, അതുപോലെ കോഴിക്കോടുണ്ട്, കാലിക്കറ്റ് നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം നമ്മുടെ ട്രിവാൻഡ്രം എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്, കാലിക്കറ്റ്, തിരുവനന്തപുരം, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കേരളത്തിൽ ഈ 3 സ്ഥലങ്ങളിൽ നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ കാണാനായിട്ട് സാധിക്കും. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് എക്സാം നടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പ്രിഫറൻസ് വെച്ച് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. IMA, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൽ 2 ജാനുവരി 2003 അതുപോലെ തന്നെ 1 ജാനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഫോർ ഇന്ത്യൻ നാവൽ അക്കാഡമി, നമ്മുടെ നാവൽ അക്കാഡമിയിലേക്കും അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ല, OTAക്ക് മാത്രമേ പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് 2 ജാനുവരി 2003 അതുപോലെ തന്നെ 1 ജാനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് നേവിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി ഫോർ എയർഫോഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 20 മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് എയർഫോഴ്സിലേക്ക് അപേക്ഷിക്കാം. 1 ജാനുവരി 2027 എന്ന പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. 2 ജാനുവരി 2003 അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 2 ജാനുവരി 2003 അതുപോലെ 1 ജാനുവരി 2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 26 വയസ്സ് വരെ അപേക്ഷിക്കാം. 2 ജാനുവരി 2001 1 ജാനുവരി 2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് OTAയിലേക്ക് കിടക്കാം. പിന്നെ അതുപോലെ തന്നെ 25 വയസ്സിൻ്റെ താഴെയുള്ളവർ, ഇപ്പോൾ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ പറയില്ലേ, 25 വയസ്സിൻ്റെ താഴെയുള്ളവർ അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായിട്ടും അൺമാരീഡ് ആയിരിക്കണം. 25 വയസ്സിൻ്റെ മുകളിലുള്ളവർ അപേക്ഷിക്കുമ്പോൾ ഒരു ഇഷ്യൂ ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമുക്ക് OTA, ഓഫീസർ ട്രെയിനിങ് അക്കാഡമി, അത് SSC ആണ്, അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് പരമാവധി ആദ്യം 10 വർഷം സർവീസ് ചെയ്യാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് 4 വർഷം കൂട്ടി നമുക്ക്
14 പിന്നീട് അവിടെയുള്ള വേക്കൻസി ബാക്കിയുള്ള അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ട് അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കാനും സാധിക്കുന്നതാണ്. എന്തായാലും അൺമാരീഡ് ആയിട്ടുള്ള മെയിലിനാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഫീമെയിൽ താലുണ്ട് കേട്ടോ. മെയിൽസിന് വരുന്ന ഏജ് ലിമിറ്റ് 2 ജനുവരി 2002 1 ജനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി ഫീമെയിൽസിൻ്റെ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക SSC വുമൺ ആണ്. അതിവിടെ കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ജനുവരി 2002 1 ജനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ, അത് പ്രത്യേകം പറയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ IMA അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ആണെങ്കിലും അതുപോലെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, അത് മെൻ ആൻഡ് വുമൺ 2 പേർക്കും ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. എന്തെങ്കിലും ഒരു ഡിഗ്രി, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീൻ്റെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെ ഫൈനൽ ഇയർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലാണെങ്കിൽ എഞ്ചിനീയറിംഗ് അതായത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് തന്നെ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. നിർബന്ധമാണ് കേട്ടോ. നേവിയിലേക്ക് അപേക്ഷിക്കാൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ വേണം. അതുപോലെ എയർഫോഴ്സ് ആകുന്ന സമയത്ത് കുറച്ചുകൂടെ കഠിനമായിട്ടാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഫിസിക്സ് മാത്സ് എന്ത് ചെയ്യണം, +2 ലെവലിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് മതി, ബാച്ചിലേഴ്സ് ഡിഗ്രി. കുറച്ചും കൂടി ഇളവ് ഇവിടെ പോലെ തോന്നുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു നോർമൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നോർമൽ ഡിഗ്രീൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, +2 നിർബന്ധമായിട്ട് ഫിസിക്സും മാത്സും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി അതില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നേവിയിലേക്കും എയർഫോഴ്സിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം ഒരു ഡിഗ്രി മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്കും ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഫീസ് 200 രൂപയാണ് ഫീസ് വരുന്നത്. 200 രൂപ എല്ലാവരും അടക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതായത് SC ST ഉദ്യോഗാർത്ഥികളൊന്നും തന്നെ എന്ത് ചെയ്യേണ്ട, അപേക്ഷാ ഫീസ് അടക്കണ്ട എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സിലബസിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ സിലബസ് വരുന്നത്. നമുക്ക് ആദ്യം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നാവൽ അക്കാഡമി, അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി, അതായത് ആർമി നേവി എയർഫോഴ്സിലേക്ക് OTA വേറെ തന്നെയാണ് കേട്ടോ. ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിൽ വേറെ തന്നെ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ മുമ്പോട്ട് പറയാം. അപ്പോൾ ഇതിന് 3 ആർമി നേവി എയർഫോഴ്സിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ആദ്യം ഇംഗ്ലീഷ് ഉണ്ടാവും. രാവിലത്തെ പേപ്പർ ഇംഗ്ലീഷ് ആയിരിക്കും. 2 മാർക്കിൻ്റെ 2 മണിക്കൂർ കേട്ടോ. 2 മണിക്കൂറിൻ്റെ 100 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അതുപോലെ തന്നെ ജനറൽ നോളജ് 2 മണിക്കൂറിൻ്റെ 100 മാർക്കിൻ്റെ ചോദ്യം. അതുപോലെ മാത്തമാറ്റിക്സ് അത് 2 മണിക്കൂറിൻ്റെ 100 മാർക്കിൻ്റെ ചോദ്യം. ഇവിടെ 300 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർ ആകെ 2 മണിക്കൂറിൻ്റെ ചോദ്യം, അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 2 മണിക്കൂറിൻ്റെ 100 മാർക്കിന്, അതുപോലെ തന്നെ ജനറൽ നോളജ് എന്ന് പറയുന്നത് 2 മണിക്കൂറിൻ്റെ 100 മാർക്കിന്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, താല്പര്യമാണെങ്കിൽ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിക്കും ഒരുമിച്ച് അപേക്ഷിക്കാം. പക്ഷേ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സും കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ OTAക്ക് വേണ്ടി മാത്രം അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഈ 2 സെക്ഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആൺകുട്ടികൾക്കാണ് അത് പോസിബിൾ ആകുന്നത്. കാരണം പെൺകുട്ടികൾക്ക് ഇതിലേക്കുള്ള ആക്സസ്, അതായത് ഇതിലേക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് ഇപ്പം നിലവിൽ ഓപ്പൺ അല്ല. അതായത് എല്ലാത്തിലും ഇപ്പം വനിതകളുടെ സാന്നിധ്യം വരുന്നുണ്ട്. മുന്നിലേക്ക് ചിലപ്പോൾ നടക്കാം. ഇവിടെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലുണ്ട് കേട്ടോ, ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ആൺകുട്ടികൾക്ക് ഇത് 2ലും പ്രിഫറൻസ് കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 സെറ്റും എഴുതേണ്ടതായിട്ട് വരും. ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലാണെങ്കിൽ ഇത് 2 മാത്രം, അത് മാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് 2 മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നോർമലി അങ്ങനെയാണ്. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ SSB ഇൻ്റർവ്യൂ ആണ്. എന്താണ് SSB ഇൻ്റർവ്യൂ എന്ന് അറിയില്ലെന്നാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ലൈഫ് ട്രാക്ക് മലയാളം SSB ഇൻ്റർവ്യൂ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശ ധാരണയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ വീഡിയോ കണ്ടാൽ മതിയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷനും അതുപോലെ അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നാവൽ അക്കാഡമി, ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി, OTA അതായത് നമ്മുടെ ആർമി നേവി എയർഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ചൊരു അവസരം തന്നെയാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.